ഇവിടെ നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ ആണ് എന്നാണ് വചനം और इसी പറയുന്നത്. वचन में यूं लिखा है कि हम मसीह का राजदूत है. നമുക്ക് ഒരു രാജ്യത്തിന്റെ പൗരത്വം ഇവിടെ അല്ലാതെ ഉണ്ട്. और हमारा एक नागरिकता हम सभी के लिए यहाँ पर है. അത് സ്വർഗത്തിന്റെ പൗരത്വമാണ്. और ये സ്ഥാനാപതി ദൈവത്തിന്റെ രാജ്യം സംബന്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. एक राजदूत उनका राज्य के लिए यहाँ कार्यरत है. അതിന് പ്രാധാന്യം കൊടുത്താൽ മതി. और उनको प्राथमिकता देना है. ഇന്ന് പ്രയാസപ്പെട്ട് വിട്ടിരിക്കുകയാണോ? और आज क्या मुश्किल में आप बैठे हैं क्या? ഈ ഡിപ്ലോമാറ്റിക് ബാഗ് എന്ന് കേട്ടിട്ടുണ്ടോ? और डिप्लोमेटिक बैग, एक राज्य से आने वाला कुछ बैग के बारे में आपने सुना है क्या? കേരളത്തിൽ ഇപ്പോൾ അത് വളരെ ചർച്ചയായിരുന്നു, ഡിപ്ലോമാറ്റിക് ബാഗ്. और केरल में उसके बारे में बहुत बड़ी चर्चा हुई थी. ഇതെന്താണെന്നറിയോ? നയതന്ത്ര ബാഗാണ്. और उसका दूसरा राज्य के बारे में जो कुछ नयतंत्र बात उसके राज्य से संबंधित बातें हो रहा. ഒരു രാജ്യം അതേ രാജ്യത്തിന്റെ തന്നെ വിദേശ എംബസിയിലേക്ക് അയക്കുന്ന തപാലാണത്. और वो ये है, ഇതിൽ ആതിഥേയ രാജ്യം ഇടപെടാൻ പാടില്ല, കസ്റ്റഡിയിൽ എടുക്കാൻ പാടില്ല. और उसको അതിൽ ആ രാജ്യത്തിന്റെ സീലും അടയാളവും ഉണ്ടായിരിക്കും. ഈ ഡിപ്ലോമാറ്റിക് ബാഗ് വന്നാല് और जब ആതിഥേയ രാജ്യം അതിന് പൂർണ്ണ സംരക്ഷണം നൽകണം. സ്ഥാനാപതികളല്ല ഇവിടെ ഇരിക്കുകയല്ലേ. കുമ്പനാട് കൺവെൻഷനിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദൈവവൈതലേ, വേണ്ടി ഒരു നയതന്ത്ര ബാഗ് അയച്ചു തരാം. ഇവിടെ കർത്താവ് മതിയായവനാണ്. ഡാനിയേലിന് വേണ്ടി ഒരു ദിവസം ഒരു ബാഗ് വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു സാത്താന്റെ രാജ്യത്തിന് അറിയത്തില്ല ഈ നയതന്ത്ര ബാഗിനെ തൊടാൻ പറ്റത്തില്ല. ഒരു കസ്റ്റംസ് ഓഫീസർ മോളിൽ നിന്ന് തടഞ്ഞു. उनके लिए ഇത് 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 ഡിപ്ലോമാറ്റിക് ബാഗാണ്. ഭക്തന് വേണ്ടി, उनकी भक्त के लिए, भक्तों के लिए അവന് പൗരത്വമുള്ള രാജ്യത്ത് നിന്ന് उनको नागरिकता जहां पर है वहीं से അയച്ച നയതന്ത്ര ബാഗാണ്. भेजा हुआ एक पार्सल है ये. അത് നീ തൊടാൻ നിനക്ക് അധികാരമില്ല. उसे तू नहीं छू सकता. ആരിറങ്ങി വന്നെന്നറിയാമോ? और कौन आया है मालूम है क्या? പ്രധാന ദൂതൻ ഇറങ്ങി വന്നു. और उसके लिए मिखाएल जो स्वर्गदूतों का प्रधान उनके लिए उतर कर आया. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി നയതന്ത്ര ബാഗ് ഇറങ്ങി വരുന്നു. आज रात को आपके लिए ऐसे एक बैग स्वर्ग से आ रहा है. നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം ഇവിടെ ഉണ്ട്. और तुम्हारे लिए उपाय करने वाला एक परमेश्वर यहाँ है. സ്ഥാനാപതിയായി നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. राजदूत आप चिंतित होने का कोई जरूरी नहीं है. നിന്റെ മുഴുവൻ കാര്യം ഏറ്റെടുക്കാൻ അവൻ മതിയായവനാണ്. तुम्हारा पूरा बात को और हासिल हाथ में लेने के लिए वो तैयार है. ഏലിയാവിന് വേണ്ടി ഒരു ബാഗ് വന്നു. एलिया के लिए एक बैग एक पर आया. അത് ആരാ കൊണ്ടുവന്നെന്നറിയാമോ? आपको मालूम है किसने वो डाक लेकर आया? കാക്കയാണ് കൊണ്ടുവന്നത്. और उसको कौवा ने लेकर आया. ഇസ്രായേലിന് വേണ്ടി ഒരു ബാഗ് വന്നിരുന്നു. इस्राएल के लिए एक बैग आया. അതാരാ കൊണ്ടുവന്നെന്നറിയാമോ? किसने लेकर आया मालूम है क्या ഒരു आपको? കിഴക്കൻ കാറ്റാണ് അത് और കൊണ്ടുവന്നത്. उनके लिए एक पूर्वी हवा उसको लेकर आया है. പത്രോസിന് വേണ്ടി ഒരു നയതന്ത്ര സന്ദേശം വന്നു. पतरस के लिए एक अन्य राज्य से एक संदेश आया. അതാരാ കൊണ്ടുവന്നെന്നറിയാമോ? किसने लेकर आया आपको मालूम है क्या? സ്വർഗത്തിലെ ദൂതനാണ്. स्वर्गों से दूध उतर कर आया. ഇന്ന് രാത്രി സ്ഥാനാപതികളൊക്കെ കരമടിച്ചു ദൈവത്തിന് മഹത്വം आज കൊടുക്കുക. रात स्वर्गदूत की राजदूत लोग यहाँ पर ഈ കുമ്പനാട് കൺവെൻഷനെ വിളിച്ചു പറയാൻ, इसी कन्वेंशन में मैं पुकार कर कहना चाहता हूँ, നീ സ്ഥാനാപതിയാണെങ്കിൽ अगर तुम राजदूत है तो മുമ്പേ पहले അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. उनका राज्य और धार्मिकता को ढूंढो. അതോട് കൂടെ उसकी साथ ഇതൊക്കെ തരാൻ ദൈവം വിശ്വസ്തനാണ്. ये सब कुछ देने के लिए मसीह विश्वास योग्य है.